എന്തിനാണ് ഈ ബീജിയം എന്നൊക്കെ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതെന്താ ഇങ്ങനത്തെ ഒരു വാക്കൊരു ഡിക് ചിക് ഡിക് ചിക് ഡിക് ചിക് ഡിക് ചിക് എന്നുള്ളൊരു ബീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ ഇപ്പോൾ റാപ്പ് ഇടുന്ന വഴി പേരും ഖുറേഷിയാണ്. കുറേശ്ശെ വരുന്നു ഖുറേഷി എന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാം. ഇറ്റ്സ് എ വൺ ടൈം ഗുഡ് വാച്ച്. ഇപ്പോഴത്തെ ഖുറേഷിയുടെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ 5ാമത്തെയോ 6ാമത്തെയോ ഓപ്ഷനാണ്. ഹാപ്പി അല്ലാത്ത ആൾക്കാർ ഒരുപക്ഷെ ഹാപ്പി ആവാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് ആയിരുന്നു. ഇപ്പൊ ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞത് വേണ്ട, അത് നമുക്ക് വേറെ പിന്നെ ചെയ്യാന്നേ, ഡോണ്ട് വറി ഇതൊക്കെ പറഞ്ഞു. ഇന്ന പടങ്ങളിലെല്ലാം ബാറ്റ്മാൻ വരുന്ന സമയത്ത് ഇങ്ങനത്തെ മ്യൂസിക് ആണോ? അല്ലല്ലോ, അത് സിംഫോണിക് എപ്പിക് മ്യൂസിക് ആണ്. അതിലുമുണ്ട് ഒരു മാസ്. പുള്ളിയുടെ അല്ലേ മോള്, ഒറ്റ സംഭവം ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങിയിരിക്കും. ഉഷാദ് മാം ലാസ്റ്റ് പാടുന്ന വാക്കാണ് നെക്സ്റ്റ് പടമായി മാറിയത്. ലൂസിഫറിലെ എമ്പുരാൻ. ഇതിൽ ഉഷാദ് മാം ലാസ്റ്റ് ഒരു വാക്ക് പാടുന്നുണ്ട്, അസ്രയേൽ. അതാണോ തേർഡ് പാർട്ട്? ഹോപ്പ്ഫുള്ളി യെസ്. അപ്പം ഇതെല്ലാം ലൈവ് വായിപ്പിച്ചേക്കാണോ ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ? ഇവിടെയാണോ, നാട്ടിലാണോ, പുറത്താണോ? എല്ലാം പുറത്ത്. Macedonian orchestra ആണ് വായിച്ചത്. You are one of the absolute best I have worked with, and if I had a chance to do L franchise 100 times, you would be my only choice. Super. എമ്പുരാന്റെ മേക്കിംഗ് 200 കോടിയാണെന്നൊക്കെ അൺഅനൗൺസ്ഡ് കണക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മ്യൂസിക് ഡയറക്ടറുടെ കോടികൾ എത്രയാണ്? ഒരു മാസ് പടം കാറ്റഗറിയിൽ വരുന്നൊരു സിനിമ ചെയ്യുമ്പോൾ, അതിന് OST ചെയ്യുമ്പോൾ ഉള്ള റിസ്ക്സ് എന്തൊക്കെയാണ്? ഈ ഡയലോഗ് പ്രത്യേകിച്ച് കരിയർ ബെസ്റ്റ് ആണെന്ന് പൃഥ്വി പറഞ്ഞു. കരിയർ ബെസ്റ്റ് ആണോ? ലാലേട്ടന്റെ ഇൻട്രോ സീൻ ലൂസിഫർ പോലെ ആയില്ല എന്ന് പറയുന്ന ഫാൻസിനോട് ദീപക് ദേവൻ എന്ന മ്യൂസിക് ഡയറക്ടർക്ക് ഇപ്പൊ പറയാനുള്ളത്? റിലീസിന് മുന്നേ ഇത്രയും എക്സൈറ്റ്മെന്റും ചർച്ചയും സംസാരം ഉണ്ടാക്കി വേറൊരു മലയാള പടമില്ല. റിലീസിന് മുന്നേ ഇത്രയും മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്ത വേറൊരു മലയാള പടമില്ല. ആ സിനിമയാണ് എമ്പുരാൻ. എമ്പുരാന്റെ മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ് ആണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. വെൽക്കം ടു എമ്പുരാൻ സ്പെഷ്യൽ സ്റ്റാർ ജാം, ദീപക് ദേവ്. താങ്ക് യു സോ മച്ച്. ഇത്രയും എക്സൈറ്റ്മെന്റും ചർച്ചയും റിലീസിന് മുന്നേ ഉണ്ടാവുമ്പോൾ അത് ആസ് എ മ്യൂസിക് ഡയറക്ടർ ഹൈപ്പും എക്സൈറ്റ്മെന്റും ഉണ്ടാകുന്ന റിസ്ക് ആണോ? തീർച്ചയായിട്ടും. കാരണം ഈ എക്സ്പെക്ടേഷൻസ് ആണല്ലോ ഈ വൈറലായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ആൾക്കാർ പലതും പടത്തിനെ പറ്റി ആന്റിസിപ്പേറ്റ് ചെയ്തു. അതായത് മേക്കേഴ്സ് എന്ത് കണ്ടുകൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് അവരറിയാതെ അവർ പല ക്യാരക്ടേഴ്സ് ഈ പടത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇതൊന്നും ഇതിലില്ലാത്ത ക്യാരക്ടേഴ്സാണ് നമുക്കറിയാം. അപ്പോൾ ഇനി ഈ ക്യാരക്ടേഴ്സിനെ ഇവരെ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മളുടെ മൗനം അവർ സമ്മതമായിട്ട് എടുക്കുവോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ക്യാരക്ടേഴ്സിന് നമ്മൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് അതല്ലാതെ വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുമോ എന്നുള്ള ടെൻഷൻസ് ഒക്കെ, ഇതൊന്നും നമ്മുടെ കണക്കിലില്ലാത്ത ടെൻഷൻസ് ആയിരുന്നു. ഇതൊക്കെ അങ്ങ് വന്നു. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് പൃഥ്വി ഒരു ഒരാഴ്ച മുമ്പേ ബോംബെയിലുള്ള ഇന്റർവ്യൂവിൽ പുള്ളി മ്യൂസിക്കിനെ കുറിച്ച് ആരും എന്തോ ചോദിച്ചപ്പോൾ ട്രെയിലർ മ്യൂസിക്കിന്റെ ഇത് റിയാക്ഷന്റെ ഭാഗമായിട്ട് മ്യൂസിക് ഭയങ്കര ഹോളിവുഡ് സ്റ്റൈലാണ് എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നെ പറ്റി അങ്ങ് ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് അങ്ങ് സംസാരിച്ചു. കരിയർ ബെസ്റ്റ് ആണ്, അത്രയും പുള്ളി ഹാപ്പിയാണ്, ഇത് വെറും 10% കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അതും വീണ്ടും വൈറലായി. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിലും ഇതെല്ലാം നമുക്ക് ടെൻഷൻ കൂട്ടുമല്ലോ. ഈശ്വര ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ എന്താണ് പുള്ളിയുടെ ഉദ്ദേശം? അപ്പൊ പുള്ളി മനസ്സ് നിറഞ്ഞ് സന്തോഷം കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ വെറുതെ ഒന്നും പറയാത്ത ഒരാളാണല്ലോ. അപ്പൊ അതെല്ലാം പോസിറ്റീവായിട്ട്, ടെൻഷൻ ഉണ്ടെങ്കിലും അതിനെ അപ്പൊ പോസിറ്റീവായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്തു. അതെ, പ്രതീക്ഷകൾ എപ്പോഴും ടെൻഷൻ കൂട്ടും. ഈ ഡയലോഗ് പ്രത്യേകിച്ച് കരിയർ ബെസ്റ്റ് ആണെന്ന് പൃഥ്വി പറഞ്ഞു. കരിയർ ബെസ്റ്റ് ആണോ ആസ് എ മ്യൂസിക് ഡയറക്ടർ? ദീപക് ദേവിന്റെ കരിയർ ബെസ്റ്റ് ആണോ? ഡെഫിനറ്റ്ലി. കാരണം ഞാൻ സഞ്ചരിക്കാത്ത ഒരു വഴി എന്നെ കൊണ്ട് സഞ്ചരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻസ്പിറേഷനും എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷനും തന്നത് എമ്പുരാൻ എന്നുള്ളൊരു പടത്തിലെ സിറ്റുവേഷൻസും ഈ ഡയറക്ടറും ഈ പ്രൊഡ്യൂസറുമാണ്. കാരണം ഇതുപോലത്തെ ഒരു സ്കോർ നമുക്ക് സാധാരണ നമ്മളുടെ മലയാളം പടങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാസ് ഫോർ ദാറ്റ് മാറ്റർ ചെയ്യുമ്പം നമ്മൾ ഇതുപോലത്തെ സ്കോറിന് എക്സ്പെക്ട് ചെയ്യുന്ന ടിപ്പിക്കൽ ക്ലീഷേ സാധനങ്ങളുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ആ സീന് വർക്കൗട്ടാണ്. അത് വിട്ട് അതെനിക്ക് പാടില്ല. കാരണം അവർ കൺസീവ് ചെയ്തിരിക്കുന്നത് ഈ പടം വേറെ രീതിയിലാണ്. ഇതിന്റെ മേക്കേഴ്സ്
അപ്പൊ ഈ സഞ്ചരിക്കാത്ത വഴികൾ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ഒരു കോമൺ മാന് മനസ്സിലാവുന്ന? സഞ്ചരിക്കാത്ത വഴികൾ എന്ന് പറയുമ്പം ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സീൻ തന്നാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആക്ഷൻ സീക്വൻസ് അല്ലെങ്കിൽ ഒരു ഹീറോ ഇൻട്രൊഡക്ഷൻ സീക്വൻസ്, ഇതിൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന കണ്ട് ശീലിച്ചിരിക്കുന്ന കമേഴ്ഷ്യൽ മസാല കൈൻഡ് ഓഫ് മൂവീസിൽ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് വിച്ച് ഇസ് ഷുവർ ഷോട്ട്, ആ വഴി എടുക്കല്ലേ എന്നാണ് അദ്ദേഹം എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത്. അതല്ലാതെ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഫോറിൻ മൂവി അല്ലെങ്കിൽ നമ്മളിപ്പം ബാറ്റ്മാനോ ഡ്യൂൺ 2ലോ അങ്ങനത്തെ പടങ്ങളൊക്കെ കാണുന്ന സമയത്ത് പുള്ളി എനിക്ക് പറഞ്ഞ എക്സാമ്പിൾസ് ആണ്. ഇന്ന പടങ്ങളിലെല്ലാം ബാറ്റ്മാൻ വരുന്ന സമയത്ത് ഇങ്ങനത്തെ മ്യൂസിക് ആണോ? അല്ലല്ലോ, അത് സിംഫോണിക് എപ്പിക് മ്യൂസിക് ആണ്. അതിലുമുണ്ട് ഒരു മാസ്, അതിലും നമ്മൾ വേറെ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അതിലും ഉണ്ടൊരു മാസ്. അവർ ഡിക്ചിക് ഡിക്ചിക്ക് അല്ലല്ലോ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതാണ് ഇഷ്ടമെങ്കിലോ, EDM എക്സാക്ട്ലി. അപ്പൊ പുള്ളി പറഞ്ഞു, നമ്മൾ കൊടുക്കുന്നതാണ് അവർ കേൾക്കുന്നത്, അവർക്ക് അതാണ് ഇഷ്ടം എന്ന് വിചാരിച്ച് നമ്മൾ അത് മാത്രം കൊടുക്കുന്ന എന്തിനാണ്? വിച്ച് വാസ് സോ നൈസ് ടു ഹിയർ. അപ്പോൾ യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഈ ക്യാൻവാസിൽ ഈ വിഷ്വൽസ് വരുമ്പം ഞാൻ ഈ ഫോറിൻ മൂവീസിലൊക്കെ കാണുന്ന ടൈപ്പ് ലൊക്കേഷൻസ് സെർച്ച് ചെയ്ത് പോയി അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് അവർ ആ വിഷ്വൽസ് വരുമ്പോൾ എങ്ങനെ ഡിസൈൻ ചെയ്യും, അതേപോലത്തെ ഡിസൈൻ മ്യൂസിക്കിൽ വന്നാലാണ് നമ്മൾ പൂർണ്ണമായിട്ടും അതിലേക്ക് എത്തുള്ളൂ. ഇതായിരുന്നു പൃഥ്വിയും ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ദീപക് ദേവും തമ്മിൽ നടന്ന ഡിസ്കഷൻ. ഇതാണ് എക്സാക്ട്ലി. അപ്പൊ അത് ഒക്കെ ആദ്യം പറഞ്ഞപ്പം ഐ വാസ് സ്ലൈറ്റ്ലി റിലക്റ്റന്റ്, അതെനിക്ക് അറിഞ്ഞില്ല. നമുക്ക് EDM ബീറ്റ്സിലേക്ക് കാരണം വേറൊന്നുമല്ല, അതായിരിക്കാം ഇനി ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം തമിഴ്, തെലുങ്ക് കുറെ മലയാളത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ആ സ്റ്റൈലിൽ ആണോ? അപ്പം പുള്ളി പറഞ്ഞു, അത് നോക്കണ്ട, ദേ ആർ ഓൾ അലൈവ് ആൻഡ് അവൈലബിൾ. അതൊന്നും അല്ലാതെ വെൻ ഐ ചൂസ് മൈ ഫേവറേറ്റ്, ഐ നീഡ് ദ ബെസ്റ്റ് ഓഫ് മൈ ഫേവറേറ്റ്. സൂപ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഡൺ, അങ്ങനെയാണെങ്കിൽ ഐ ആം ദേർ. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്ത് വന്നു കഴിഞ്ഞപ്പം പൃഥ്വി പറഞ്ഞ പ്രകാരം ഞാൻ സ്കോർ ചെയ്ത് പോയപ്പം ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് മൂവി ഭയങ്കര ഡിഫറെന്റ് ആയി കാണാൻ. അതായത് ഇതേ സംഭവം ആദ്യം റിജക്ട് ചെയ്ത മ്യൂസിക് ഇല്ലേ, അപ്പൊ ആദ്യം ചെയ്ത് കൊടുത്ത് പൃഥ്വി ഇത് വേണ്ട, നമുക്ക് ഇങ്ങനെ ഹാൻസ് സിമ്മർ സ്റ്റൈൽ പിടിച്ചാൽ മതി. ഹാൻസ് സിമ്മർ അല്ല, ഫോർ ദാറ്റ് മാറ്റർ എനി ഇംഗ്ലീഷ് മൂവി ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് വിഷമായെങ്കിലും പിന്നെ ഞാൻ കൊടുത്ത സംഭവം കുറച്ച് ഞാനത് കണ്ടു തുടങ്ങിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് മൂവി ഈസ് ലുക്കിംഗ് ഡിഫറെന്റ്. അപ്പം ഞാൻ പോലും അറിയാതെ എന്നെ ആ ഒരു തലത്തിലേക്ക് പുള്ളിയുടെ ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ റിജക്ഷൻ എത്തിച്ചു. ദെൻ ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ്. ഡയറക്ടർ പൃഥ്വിയുടെ വിഷനിലേക്ക് അലൈൻഡായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ലൂസിഫർ വിടൂ, ലൂസിഫർ അല്ല ഇത് നമ്മൾ വേറൊരു സംഭവമാണ്. അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്ത്. അപ്പൊ നമ്മൾ ലൂസിഫറിലുള്ള കുറെ രജിസ്റ്റർ ആയിരിക്കുന്ന തീംസ് ഇതിൽ കൊണ്ടുവരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ലൂസിഫർ കഴിഞ്ഞു, ഇത് സ്റ്റീഫൻ അല്ല, ഇത് ഖുറേഷിയാണ്. അപ്പം നമ്മൾ സ്റ്റീഫൻ്റെ അപ്പം ഞാൻ തമാശക്ക് വെച്ചു, സ്റ്റീഫൻ അല്ല ഖുറേഷിയാണെങ്കിൽ ഉള്ളിൽ ഒരാളല്ലേ, അപ്പൊ ഉള്ളിലൊരു സ്റ്റീഫൻ അല്ലേ? പറഞ്ഞു ഉണ്ട്, പക്ഷെ ഖുറേഷിക്ക് ഒരു ലെവൽ വിട്ട് ആ ലെവലിലേക്ക് പോകാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് സ്റ്റീഫന്റെ ആ ഒരു സംഭവം കൊണ്ടുവരണമെങ്കിൽ ഈ പടത്തിൽ സ്റ്റീഫനായി വന്നിറങ്ങുന്ന സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ലൂസിഫറിന്റെ ഐഡിയാസ് കൊണ്ടുവന്നോളൂ. ഇത് ഖുറേഷിനെ കാണിക്കുമ്പോൾ നമ്മൾ അതുപോലത്തെ ട്രീറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ ഒരു ഡിഫറൻസ് അറിയില്ല, ഡയറക്ടർ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് പടത്തിൽ, അത് നിങ്ങൾ പൂണ്ട് വിളയാടിക്കോ. അത് ശരിക്കും നമുക്ക് സ്റ്റീഫൻ തന്നെയാണ്, മുണ്ട് മാടിക്കുത്തി മീശയും പിരിച്ചു വരുന്ന ഒരു സ്റ്റീഫൻ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സംഭവം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെയാണ് റീമിക്സ് ഇറക്കിയത്. എക്സാക്ട്ലി. കടവുൾ ഈ റീമിക്സ് പോലും അവിടെ വേറൊരു പാട്ട് ചെയ്യാം എന്ന ഐഡിയ ഇട്ടപ്പോൾ പുള്ളി പറഞ്ഞില്ല, ഇത് ആൾക്കാരുടെ ഞരമ്പിൽ ഓടുന്നൊരു സംഭവമാണത്. അപ്പം ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയാണ്, റീകോളാണ്. അപ്പോൾ അവിടെ ഇത്രയും നേരം എൻ്റെ അടുത്ത് ലൂസിഫറിലെ എന്തെങ്കിലും ഐഡിയാസ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നിടുന്ന് വെച്ചപ്പോൾ ഇല്ല, അവസാനം ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വേറെ ചെയ്യാന്നാണോ പറയുന്നത്? വേണ്ട, ഇവിടെ ആൾക്കാർക്ക് വേണ്ടുന്നത് അത് തന്നെയാണ്. അത് പറഞ്ഞത് തിയേറ്ററിൽ വന്നപ്പം ആദ്യം ഞാനത് കേൾപ്പിച്ചില്ല, ആദ്യം വേറെ സ്റ്റൈൽ റാപ്പ് വന്ന് പിന്നെ അത് ജോയിൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്ന് ചേരുന്നത്. ഈ ലൈൻ അങ്ങ് പാടുന്നതും തിയേറ്ററിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കാണുന്ന പോലത്തെ എഫക്റ്റ് ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു വാക്ക് കടവുളെ പോലെ കാപ്പവൻ ഇവൻ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് കിട്ടിയൊരു ഇമ്പാക്ട്. അപ്പോൾ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് സംശയമുണ്ട്, അതായത് തിയേറ്ററിൽ പോവാത്തൊരു മനുഷ്യൻ ഇങ്ങനെ തിയേറ്റർ പൾസ് എങ്ങനെയാണ് പലപ്പോഴും ആക്യുറേറ്റ് ആയിട്ട് ഗേജ് ചെയ്യുന്നതാണ്. എനിവേസ് എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ. എന്നാ എംപുരാന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്? എംപുരാന്റെ വർക്ക് ആക്ച്വലി ബ്രെയിൻ വർക്ക് തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും
ആക്ച്വൽ റീൽസൊക്കെ ഫൈനലായിട്ട് കിട്ടുന്നത്, ഫൈനലൈസ്ഡ് റീൽ കിട്ടുന്നത് ഒരു മേ ബി അറൌണ്ട് 2 months. ഓക്കെ. അപ്പം ബ്രെയിൻ വർക്കിൽ ഉണ്ടായിരുന്ന അത് തന്നെയായിരുന്നോ റിയൽ റീൽ വന്നു കഴിഞ്ഞപ്പം അല്ല അപ്ലൈ ചെയ്തത്? അല്ല, ആ ബ്രെയിൻ വർക്കിൽ ഞാൻ പലതും അപ്ലൈ ചെയ്തതിൽ അഫ്കോഴ്സ് ഐഡിയാസ് ഉണ്ട്. പുള്ളിക്ക് വേണ്ടുന്ന കൈൻഡ് ഓഫ് ഹോളിവുഡ് സൗണ്ടിങ് ആയിരിക്കണം എന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഉദ്ദേശിച്ച സംഭവങ്ങളെല്ലാം അതിൻ്റെ അകത്ത് മാറ്റിയപ്പം ബ്രെയിൻ വേറെ രീതിയിലൊന്ന് അലൈൻ ചെയ്യേണ്ടി വന്നു. അത് ഫൈനൽ മൂവി കിട്ടിയപ്പോഴാണല്ലോ. ഓരോ സീൻസ് എടുക്കണം. ഏറ്റവും ദീപക് ദേവിന് മ്യൂസിക് ഡയറക്ടർക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തപ്പോൾ ഏറ്റവും ഹൈ ഉണ്ടാക്കിയ മൊമെന്റ് ഏതാന്ന് വെച്ചാൽ എന്ത് പറയും? എനിക്ക് ഈ മൂവിയിൽ കുറേ മൊമെന്റ്സ് അത് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം മഞ്ജു, പ്രിയദർശിനി രാംദാസ് പെട്ടെന്ന് അങ്ങ് ഒരു സ്ട്രോങ് ക്യാരക്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് സ്പീച്ചില്. യെസ്, സ്പീച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഭയങ്കര ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സംഭവം. അതാണ് എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പം കിട്ടിയത്. ഒരു സീൻ ദീപക് ദേവ് കൺസീവ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ ശരിക്കും പ്ലാൻ ചെയ്യുക? വർക്ക് ചെയ്യുമ്പം ബേസിക്കലി ഇപ്പം നമ്മളുടെ പൃഥ്വിയുടെ ടേസ്റ്റ് വെച്ചിട്ട് ഹി ഡസൻ റിക്വയർ എനിത്തിങ് നെസസറിലി ലൗഡിൽ മാത്രമേ പഞ്ചുള്ളൂ എന്നല്ല, ഇമോഷൻ നോക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ ഫോണിൽ അയച്ചു കൊടുക്കാനും എനിക്ക് വളരെ കോൺഫിഡൻ്റാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഫോണിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഫോണിൻ്റെ സ്പീക്കറിൽ കേട്ടിട്ട് പഞ്ച് കിട്ടിയില്ലെങ്കിലോ എന്നില്ല. പുള്ളിക്ക് വളരെ ലൗഡായിട്ടുള്ള മെറ്റീരിയൽ മ്യൂസിക്കൽ അല്ലെങ്കിൽ അപ്പം റിജക്ഷനാണ്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അധികം ലൗഡ് അല്ലെങ്കിലും ഇഫ് ഹി ഫൈൻഡ്സ് ദാറ്റ് ഈസ് ഗെറ്റിംഗ് ദ ഇമോഷൻ അപ്രൂവ് ആണ്. അത് പുള്ളിയുടെ എയർപോർട്ട്സിൽ കേട്ടാൽ തന്നെ ജഡ്ജ് ചെയ്യും. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇതിന്റെ കമ്മ്യൂണിക്കേഷൻസ് കൂടുതലും ഫോണിലാണ് നടന്നത്. കാരണം പുള്ളി ഒന്നിക്കൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ആക്ടിങ്, ഇതിന്റെയൊക്കെ ഇടയിൽ കൂടി ആളെ കിട്ടുന്നത് പാടാണ്. ആക്ച്വലി 4 പ്രാവശ്യം കണ്ടേ ഫുൾ പടത്തിൽ പൃഥ്വിനെ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഫോണിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു. ഒരു മാസ് പടം കാറ്റഗറിയിൽ വരുന്നൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് OST ചെയ്യുമ്പോൾ ഉള്ള റിസ്ക്സ് എന്തൊക്കെയാണ്? റിസ്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മാസ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും പല രീതിയിലാണ് ഈ മാസിനെ കാണുന്നത്. ഇപ്പം പൃഥ്വിയുടെ മാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് മാസ്. വേറെ ഡയറക്ടേഴ്സിന്റെ മാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് മാസ്. മേ ബി ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്ന മാസ്, അവർ കണ്ടു ശീലിച്ച മാസ് ഇസ് എ ഡിഫറെന്റ് മാസ്. അപ്പം നമ്മൾ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. കാരണം വി ഹാവ് ടു ആസ് ക്രിയേറ്റീവ് പീപ്പിൾ നമ്മൾ രണ്ട് സൈഡും സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കണം. അപ്പം ചില സമയത്ത് രണ്ടും ഒരുമിച്ച് ഒരിക്കലും വരില്ല എന്ന് തോന്നുന്ന ചില സംഭവങ്ങൾ വരും. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ചില സിറ്റുവേഷൻസിൽ വന്നത്. അപ്പം അതുപോലത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് കണ്ടിട്ടുള്ളത്. മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവിന്റെ മാസം എന്താന്ന് വെച്ചാൽ എന്താ പറയുക? ഞാൻ പണ്ടും ഇന്നും നാളെയും ഞാൻ ചെയ്യുന്നത്, ഞാൻ ബിലീവ് ചെയ്യുന്നത് എൻ്റെ ഫാൻസിനെയോ എൻ്റെ ഓഡിയൻസിനെയോ മാത്രം സാറ്റിസ്ഫൈ ചെയ്യാനല്ല, പ്രൈമറിലി ഞാൻ ഹാപ്പി ആയിരിക്കണം. ഞാൻ മനസ്സിൽ രണ്ടാമത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരിക്കണം ഞാൻ ചെയ്യുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഞാൻ അതൊരു തൊഴിൽ മാതിരി കാണുന്നതാവും. അഫ്കോഴ്സ് തൊഴിലാണോ എന്ന് വെച്ചാൽ തൊഴിലാണ്, എല്ലാവരും വെറുതെ അല്ല ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഇവിടുത്തെ പ്രൈമറി ഇമ്പോർട്ടൻസ് മോർ ദാൻ ഫെയിം ആണെങ്കിലോ മണി ആണെങ്കിലോ ഇസ് സെൽഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്. അത് ചെയ്തത് ഫസ്റ്റ് പടം തൊട്ട് നോക്കിയാലും ഞാൻ എന്തുകൊണ്ടാണ് ഒരു വർഷം ഇത്ര പടങ്ങളിൽ കൂടുതൽ പടം ചെയ്യാത്തത്? ബിക്കോസ് എനിക്ക് അതിലൊരു കേട്ടിട്ട് ഇഫ് ഐ ഫീൽ ഇൻസ്പയർഡ്. ഇപ്പം ചില ആൾക്കാർ വരും, ഫസ്റ്റ് തന്നെ അവർ ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ ചാർജ്? 5 പാട്ടുണ്ട്. പണ്ടൊക്കെ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ 5 പാട്ട്, 3 അടിപൊളി, 2 പാത്തോസ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് വരെ. അവരെടുത്ത് വാട്ട് ഈസ് യുവർ ചാർജ് എന്ന് ചോദിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് അതൊന്നും നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. ഐ നീഡ് ടു ഹിയർ ദ സ്റ്റോറി. അപ്പോൾ വേർ ഐ ഹാവ് ദ ലിബർട്ടി ടു ചൂസ് മൈ സ്റ്റോറി. അത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുന്നുള്ളൂ. അത് പണ്ടും ഇന്നും നാളെയും എന്നുള്ളൊരു അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പം നമ്മളെല്ലാ മൊമെൻറ്റും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യും ആ മൂവിയിൽ. അതൊരു ഒരു ജോലിയല്ലേ, ഇത് ഇന്ന ദിവസം ആകുമ്പോഴേക്ക് 2 അടിപൊളി ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്താൽ ശരിയാവില്ല. ഇൻഫാക്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ നമ്മളുടെ എംപുരാനിലെ സ്കോറ്, സോ കോൾഡ് ഇപ്പോൾ ഉള്ള സ്കോറ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടംപററി സ്കോറിനേക്കാളും എത്രയോ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കണ്ടംപററി സ്കോർ എന്ന് പറഞ്ഞാൽ ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ എന്താ പറയേണ്ടത്, ബീറ്റുള്ള സ്കോറാണെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ ഡിക് ചിക് ഡിക് ചിക് ഡിക് ചിക് ഡിക് ചിക് എന്നുള്ളൊരു ബീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ ഇപ്പോൾ റാപ്പ് ഇടുന്ന വഴി
പേരും ഖുറേഷിയാണ്. കുറേശ്ശെ വരുന്നു ഖുറേഷി എന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാ. ഇതൊക്കെ ആർക്ക് വേണം? എനിക്ക് ആ ടൈപ്പ് സാധനത്തിന് എന്നെ കിട്ടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെത്. അതെന്തിനാണത് ചെയ്യേണ്ട ആവശ്യം? അതല്ലാതെ വേറൊരു സംഭവം ചെയ്തിട്ട് അതിൽ ഒരു വാവ് എന്ന് സ്വയം എനിക്കും എൻ്റെ മേക്കേഴ്സ് ഓഫ് കോഴ്സ് ഡയറക്ടറിന് ആ വാവ് ഫാക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, അതിലേ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് വളരെ ചൂസി ആവുന്നതും. കോമൺ ഫാൻസിന് മാസ് പടം എന്ന് പറയുമ്പോൾ ഒരു മ്യൂസിക് എക്സ്പെക്ടേഷൻസ്, അത് കാരണം എന്താണ്? അവരത് കേട്ട് ശീലിച്ചതാണ്. അവർക്ക് എവറി സെക്കൻഡ് മൂവി ഈസ് ദാറ്റ്. ഓക്കെ, ആ സംഭവം എത്ര നാൾ നിൽക്കും എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഇതെല്ലാം ഈ പറഞ്ഞ ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സാധനം ഇന്നത്തെ ടെക്നോളജി ആയിരിക്കില്ല നാളെ. ഒരു 4-5 വർഷം മുമ്പേ ഡബ് സ്റ്റെപ്പ് ആയിരുന്നു. ഓക്കെ, അത് മാറ്റി പിന്നെ ട്രാപ്പായി, പിന്നെ സ്ലാപ്പ് ഹൗസായി. അപ്പോൾ ഈ പ്രശ്നം എന്താ വെച്ചാൽ അങ്ങനത്തെ ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു സാധനം കേൾക്കുമ്പോൾ ആ കാലഘട്ടത്തിനൊക്കെയാ. ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് കേൾക്കുമ്പോൾ ഓ എന്തായിരുന്നില്ലേ അന്നൊക്കെ ഡബ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ന് പറയും. കറക്റ്റ്. നേരെ മറിച്ച് വെൻ വി ഗോ ഫോർ സംതിങ് ഓർഗാനിക് വിത്ത് സോ മെനി പീപ്പിൾ സിറ്റിംഗ് ആൻഡ് പ്ലേയിങ്, എക്കാലവും ഇത് നിൽക്കും. ബിക്കോസ് ഇറ്റ്സ് പ്യൂർ മ്യൂസിക്. അതിലുമുണ്ട് പഞ്ച്, വെൻ ദർ ഇസ് എപ്പിക് ഡ്രംസും ലെതർ ഡ്രംസും മറ്റേ ടിംപനിയും അല്ലെങ്കിൽ ടൈക്കോ പോലത്തെ സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പം ഇപ്പോൾ ഉർമി പോലത്തെ ഒരു പടം, അതിന് പിന്നെ ആർക്കും പറയാൻ പറ്റില്ല, കാരണം അവർ അറിയാം വിഷ്വലി അതാണ്. അതുപോലെ തന്നെയാണ് ഇതും കണ്ടിരിക്കുന്നത് ഡയറക്ടർ. ഫാൻസ് ആഗ്രഹിച്ച ഈ പറഞ്ഞ ഡബ് സ്റ്റെപ്പ് മൊമെന്റ്സ് ദീപക് ദേവിന് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റില്ലേ? അയ്യോ, ഇത് ഞാനിപ്പോൾ ചെയ്തതിനേക്കാളും എത്രയോ ഈസി അല്ലേ അത്. കാരണം ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ദാറ്റ് വൈബ്. അങ്ങനെ ആടിയിരിക്കുന്ന ഒരു സംഭവം, ഇറ്റ്സ് വെരി ഈസി. നല്ലൊരു ഗ്രൂവും അതിന്റെ മുകളിൽ ഒരു റാപ്പറിനെ വിളിച്ചു മോനെ പൊളിച്ചോ എന്ന് പറഞ്ഞ് ഇതാണ് നമ്മുടെ കഥ എന്താന്ന് വെച്ചാൽ പറഞ്ഞു. കാരണം ഇപ്പം ഇറ്റ്സ് ബേസിക്കലി വെരി സ്ട്രോങ് ഹിപ്പ് ഹോപ്പ് ജനറേഷൻ. അതിൻ്റെ ഇടയിൽ വേറൊരു ഹിപ്പ് ഹോപ്പ് ഞാനും തരുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലതല്ലേ ആ പരിപാടി? എനിക്ക് വേണ്ട, ഞാൻ വേറൊരു സംഭവമാണ്, അതും ഞാനായിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. ഐ എൻജോയ് ദാറ്റ് ബെറ്റർ. അടിപൊളി. എമ്പുരാൻ എന്ന് പറഞ്ഞ പാട്ടിലേക്ക് വന്നു. നമ്മുടെ മനസ്സിൽ പടം ഇറങ്ങുന്നതിന് 2 ആഴ്ച മുന്നേ തന്നെ നമ്മുടെ നാവൻ തുമ്പിൽ ആ വാക്ക് കയറി കൂടിയായിരുന്നു, എമ്പുരാന് എന്നുള്ള. അപ്പൊ ആനന്ദാണ് അത് പാടിയിരിക്കുന്നത്. അപ്പൊ ആനന്ദിനെ എങ്ങനെയാണ് ആ സിംഗറിനെ, ആ വോയിസിനെ ദീപക് ദേവ് കണ്ടുപിടിച്ചത്? ആനന്ദിനോട് ഡു യുവർ തിങ് എന്നാണ് ദീപക് ദേവ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടു. ആനന്ദ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ടോട്ടൽ സർപ്രൈസ് പാക്കേജ് ഫോർ മീ. എനിക്ക് എൻ്റെ ലൈവ് കോൺസേർട്സിന് കടവുള പോലത്തെ പാട്ടുകൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആരെങ്കിലും കിട്ടുമോ? കാരണം അതുപോലത്തെ റാപ്പും അതുപോലത്തെ പവറും ഒരു സിംഹം അലർന്ന പോലത്തെ പവറാണ് കടവുള പോലെയും ആ റാപ്പിലൊക്കെ. അത് നോക്കി നടക്കുന്ന സമയത്ത് എൻ്റെ ബാൻഡിൽ അന്ന് വായിച്ചിരിക്കുന്ന ബേസ് ഗിറ്റാറിസ്റ്റ് മിസ്റ്റർ പോളി, പുള്ളി വളരെ ഫേമസ് ആണ്. അപ്പം പുള്ളിയുടെ പരിചയത്തിൽ ഒരു പയ്യനുണ്ട്. തൽക്കാലം റിഹേഴ്സലിൻ്റെ സമയത്ത് നമുക്ക് പുള്ളിയെ കൊണ്ടുവരാം, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചെക്ക് ചെയ്യാം. ഇനി പുള്ളി പാടിയിട്ട് ശരിയായില്ലെങ്കിൽ ഈ പാട്ട് ഞാൻ ഷോനെടുക്കില്ല. കാരണം ഒരു ഹാഫ് ബേക്ഡ് കേക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അത് കൊടുക്കാതിരിക്കുന്നതാണ്. അപ്പം പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആനന്ദ് റിഹേഴ്സലിന് വന്ന് ഈ പാട്ട് പാടിയപ്പം എല്ലാവരും അവിടെ വായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കി, ഇതെന്താണ് ഈ കേൾക്കുന്നത്, ഇവന് ഇത്രയും നാൾ എവിടെയായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരു ഗൂസ്ബം മൊമെന്റ് ആയിരുന്നു ആ റിഹേഴ്സലിന് ആനന്ദ് പാടിയപ്പം. പിന്നെ അന്ന് റിഹേഴ്സലിന് പാടുമ്പോൾ ഓഫ്കോഴ്സ് ആനന്ദിൻ്റെ സിംഗിങ് മാത്രമേ കാണുന്നുള്ളൂ. സ്റ്റേജിൽ ആനന്ദ് പോയി കഴിഞ്ഞപ്പോൾ ഹി വാസ് എ ബീസ്റ്റ്. അതായത് ശരിക്കും ഒരു ഹെവി മെറ്റലോ റോക്ക് സ്റ്റാർ. അതും ഐ വാസ് സോ പ്രൗഡ്. കാരണം മലയാളം പാട്ടാണ് പുള്ളി ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ ലാംഗ്വേജിന് ബാരിയേഴ്സ് ഉണ്ട്, പക്ഷേ പുള്ളി അത് മുമ്പിൽ സ്റ്റേജിൻ്റെ ഫ്രണ്ട് പോയിട്ട് ശരിക്കും ഹെഡ് ബാങ് ചെയ്ത് ഈ പാട്ട് പാടിയപ്പം അന്ന് സ്റ്റേജിൽ വെച്ച് ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഇവനാണ് എമ്പുരാൻ്റെ വോയിസ്. അതിന് വേറെ ലെഫ്റ്റ് ഓർ ആയിട്ടില്ല. ഇപ്പം ഞാൻ പൃഥ്വിയുടെ അടുത്ത് പറഞ്ഞു, പൃഥ്വി ഒരു ഗോൾഡൻ ഫൈൻഡ് ഉണ്ട്. അപ്പോൾ പൃഥ്വി പറഞ്ഞു പോരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്ത പുള്ളി പറഞ്ഞു വാവ് ഇത് എവിടുന്ന് കിട്ടി? ഞാൻ പറഞ്ഞു സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയത്. എങ്ങനെയുണ്ട്? പുള്ളി പറഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഇവനെക്കുറിച്ച് നല്ല എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇവനൊരു പ്രശ്നമേ ഉള്ളൂ. ഇവനൊരു ട്രാക്ക് പാടിയാൽ പിന്നെ അവൻ്റെ ശബ്ദം മാത്രമേ ഡയറക്ടർ എടുക്കുള്ളൂ. പിന്നെ വേറൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഡയറക്ടറിന് ആ ട്രാക്ക് പാടിയതിലുള്ള ആ ഒരു പവർ, ആ ഗ്രഞ്ച്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അവനെ തന്നെ. അപ്പം ഈ പടത്തിൻ്റെ അവസരം ഞാൻ ചോദിച്ചു പൃഥ്വിയുടെ അടുത്ത്, ഇതെന്താ ആനന്ദിൻ്റെ ആൽബോ? എല്ലാ പാട്ടും ആനന്ദ് പറഞ്ഞു. പക്ഷേ ഇവൻ പാടുമ്പോൾ ഒരു സാധനമുണ്ട്, വേറെ ഓപ്ഷനെ കുറിച്ച് ആലോചിക്കില്ല. അതെ, ഞാൻ പറഞ്ഞു അത് നമുക്ക് നോക്കാം. അങ്ങനെയാണ് ഫിർസിന്ദ എന്നുള്ള പാട്ടിൽ വേറൊരു ആനന്ദിനെ, ബോംബെ എന്നുള്ളത്. കാരണം അത് ഹിന്ദിയും കൂടി ആയതുകൊണ്ട് നമ്മുടെ ആനന്ദിനെ ഹിന്ദി എടുപ്പിച്ച് പ്രശ്നമാവണ്ട എന്ന് ഓർത്തിട്ട് ഞാൻ മറ്റേ ആനന്ദ് ഭാസ്കറാണ് ഫിർസിന്ദ പാടിയത്. അവിടെയും ഈ ആനന്ദിൻ്റെ വോയിസ് കേട്ടോണ്ട്
അതായിരുന്നു ആ ആനന്ദിന് ഒരു ബെഞ്ച് മാർക്കായിട്ട് കൊടുത്തത്. ദിസ് ഇസ് ദ ട്രാക്ക് പാടിക്കും എല്ലാം ആനന്ദിനെ കൊണ്ട്. ആനന്ദ് ഫുൾ ടൈം നമ്മുടെ ഒരു ഫ്രണ്ട് പോലെ ആയി, ഒരു സിംഗർ പോലെ ആയിരുന്നില്ല. അപ്പോൾ എപ്പോൾ കമ്പോസ് ചെയ്യുമ്പോഴും ആനന്ദ് വന്നിരുന്ന് എനിക്ക് കിട്ടാത്ത റേഞ്ച് വരുമ്പോൾ ആനന്ദ് ഇതാണ് നോട്ടൊന്ന് പാടിയേ എന്ന് പറയുമ്പോൾ ആനന്ദ് പാടും. അപ്പം ഞാൻ പറയാം, എന്നാൽ പിന്നെ ആ മൈക്കിൽ പാടിക്കും, അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം എന്ന്. പൃഥ്വിയുടെ മോള് പാടിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് അപ്പോൾ സംഭവിച്ചത്? ആലി ആക്ച്വലി ഇതിൽ വരുന്നത് വളരെ കോയിൻസിഡൻ്റലാണ്. ആദ്യം ഇത് ആക്ച്വലി എംപുരാനെ എന്നുള്ള ഹൈ ആനന്ദിന്റെ വോയിസ് വരുന്നതിന് മുമ്പ് ഒരു ഫീമെയിൽ വോയിസ് വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പല സംഭവങ്ങൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തു. അന്ന് കോറസ് പാടാൻ വന്ന 4 ഫീമെയിലിനെ കൊണ്ടും പാടിച്ചപ്പം പുള്ളി കേട്ടിട്ട് പുള്ളി പറഞ്ഞു 4 നല്ലതാണ്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിഫറൻസ് അതിൽ കിട്ടുന്നില്ല. ഒരു വോയിസ് പെട്ടെന്ന് വരുമ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യും, ഡിഫറൻസ് ഉള്ള ഒരു വോയിസ് പറഞ്ഞിട്ട് ഒരു ഓപ്പറ കൈൻഡ് ഓഫ് സിംഗർ ഉണ്ടായിരുന്നു, നന്നായിട്ട് ഓപ്പറ പാടുന്ന ഒരു സിംഗറിനെ കണ്ടുപിടിച്ചു. അപ്പോൾ ആ സിംഗറിനോട് വന്നിട്ട് ചെക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു. ആ സിംഗർ വന്നിട്ട് ഈ എംപുരാനെ എന്നുള്ള വളരെ ഒപ്പറാറ്റിക് ആയിട്ട് പാടി. അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ പൃഥ്വി പറഞ്ഞു, സി ആസ് എ സോങ് ഇറ്റ് സൗണ്ട്സ് ഗുഡ്, പക്ഷെ വിഷ്വലി ആ സീനിൽ വരുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റും അതിൻ്റെ ഇടയിലുള്ളൊരു ക്രൈ ആണ്. അതിൽ നമ്മളെ നേറ്റീവ് വിഷ്വൽസ് ആണ്. നേറ്റീവ് വിഷ്വൽസ് വരുമ്പം ഒരു ഒപ്പറാറ്റിക് സിംഗിങ് വന്നു കഴിഞ്ഞാൽ, നേരെ മറിച്ച് ഈ പാട്ട് നമ്മളുടെ US ഫുട്ടേജിലോ UK ഫുട്ടേജിലോ ആയിരുന്നെങ്കിൽ ഇത് ബാങ് ഓൺ ആണ്. പക്ഷെ ഈ എംപുരാനുള്ള വിളി സംബഡി കം ഹെൽപ്പ് എന്ന് വിളിക്കുന്നത് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യൻനെസ് വേണം. അപ്പോൾ ആസ് എ ഡയറക്ടർ ഐ പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് അദ്ദേഹം പറയുന്നത്. കോൺസെപ്ച്വലി ഇറ്റ് മേക്സ് പെർഫെക്റ്റ് സെൻസ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്താണ്, കാരണം നമ്മൾ ഓൾറെഡി ഫീമെയിൽ നോക്കി, പിന്നെ നമ്മളിപ്പം വേറെ ടൈപ്പ് ഫീമെയിൽ നോക്കി, അത് ഫോറിനും ആയിപ്പോയി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേറൊരു മെയിൽ വോയിസ്. പക്ഷെ അത് വന്നാലുള്ള പ്രശ്നം, ഏതൊരു പുലിയും അത് കഴിഞ്ഞിട്ട് ആനന്ദിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എലിയായി മാറും ഇത്. അപ്പം ഞാൻ പറഞ്ഞ ആനന്ദ് അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പം ആനന്ദുമായിട്ട് ഒരു കമ്പാരിസണും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും, അഡൾട്ടേ വേണ്ട, നമുക്കൊരു കുട്ടിയുടെ വോയിസ് വയ്ക്കാം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞാൽ വിഷ്വൽസിൽ അവിടെ വരുമ്പോൾ ഒരു കുട്ടിയുടെ ഫുട്ടേജ് ഉണ്ട്, അത് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വിഷ്വലി അത് സിങ്ക് ചെയ്യും, കുട്ടി കരയുന്നത് മതി ഫോർ ഹെൽപ്പ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കുട്ടി, അപ്പോൾ ആ വിഷ്വലി ഉള്ള കുട്ടി എത്ര വയസ്സാണ്? പുള്ളിയുടെ ഒരു 8-10 വയസ്സ്. ഞാൻ പറഞ്ഞു ഇനി 8-10 വയസ്സുള്ള കുട്ടിയെ കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ഉടനെ എൻ്റെ മനസ്സ് പോയത് ഞാൻ ജഡ്ജ് ചെയ്ത ടോപ്പ് സിംഗർ. അപ്പോൾ അന്നത്തെ കുട്ടികളെയൊക്കെ എനിക്കറിയില്ല, പക്ഷെ അന്നത്തെ 10 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 13-14 ആയിക്കോണം. അപ്പം അതും മാറും. എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴത്തെ കുട്ടികളാരാ, കാരണം കുഞ്ഞു കുട്ടിയാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു പണിയാണ്, അഡൽസിനെ കണ്ടുപിടിക്കുന്നതിനേക്കാളും പാടാണ് കറക്റ്റായിട്ട് ഇമോഷൻ കിട്ടുന്ന കുട്ടികളൊക്കെ കിട്ടുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു 8-10 വയസ്സ് പറയുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, എൻ്റെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോള് പാടുവോ? പറഞ്ഞു പാടും. അതാണ് നമ്മുടെ ചോദ്യം, മോള് പാട്ട് പഠിച്ചിട്ടോ, പാടുവോ? അതെ. അപ്പൊ പുള്ളി പറഞ്ഞു പാടും, പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഫുള്ളി ഇംഗ്ലീഷും കേട്ട് നടക്കുകയല്ലേ, അതുകൊണ്ട് ഇത് പാടി വന്നാൽ ഇതിന്റെ അപ്പുറത്തെ മതാമയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെ, എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് കേട്ട് നോക്ക്, അത് വർക്കൗട്ട് ആവാൻ തോന്നുകയാണെങ്കിൽ പിന്നെ നമ്മളെ തന്നെ മോളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ അങ്ങനെ വന്ന് സുപ്രിയ മോളെയും കൊണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ മോള് പഠിക്കുന്ന സ്കൂളിൽ നിന്നും അവിടെ ലീവൊന്നും കിട്ടാത്ത ടൈപ്പ് ഒരു വളരെ സ്ട്രിക്റ്റ് സ്കൂളാണെന്ന് തോന്നുന്നു. ബോംബെയിലാണോ? അതെ. അപ്പം അവിടുന്ന് ഹോളിഡേ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനും പറ്റില്ല, കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കോഴ്സ് നടക്കുക. പൃഥ്വി ആണെങ്കിൽ ഇത് 2 സ്ഥലത്തും അല്ലാണ്ട് ഒറീസയിലെങ്ങാണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യും, സൂം കോൾ ചെയ്യാം. അപ്പോൾ വേറെ നിവൃത്തിയില്ലാത്ത സ്ഥിതിക്ക് സൂം കോൾ ചെയ്തു. മോള് സൂം കോളിൽ വന്നു, 3 വിൻഡോസ്, അപ്പനും മോളും അങ്ങനെയാണ് ഞാനും. സൂം കോളിൽ വന്നു, പാട്ട് അതിൽ പഠിപ്പിച്ചു കൊടുത്തു. അവിടെ നല്ലൊരു സ്റ്റുഡിയോ ബുക്ക് ചെയ്തു. അവിടെ എൻ്റെ ഫ്രണ്ട്സിന്റെ സ്റ്റുഡിയോ ഉണ്ടല്ലോ, അവിടെ പോയി റെക്കോർഡ് ചെയ്തു. അവിടെയും ഇപ്പം നമ്മൾ തമ്മിലുള്ള തമാശയും കളിയൊക്കെ നമുക്കറിയാം, ഈ തർക്കവും സംഭവമൊക്കെ. കൊച്ചിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഈ കൊച്ചിനെ കംഫർട്ടബിൾ ആക്കാനായിട്ട് മാക്സിമം നോക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് പറയുന്നത് മോളെ ദിസ് ഇസ് ദീപക്, എൻ്റെ ശത്രുവാണ്, ശ്രദ്ധിച്ചു നിൽക്കണം, പാട്ടല്ലാതെ അടുപ്പിക്കരുത് ഇയാളെ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പൃഥ്വി ആദ്യമായിട്ടൊരു കൊച്ചിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു ഇറ്റ്സ് ഡേഞ്ചറസ്, ഓക്കെ ബി കെയർഫുൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഷീ മൈറ്റ് ബി അറൗണ്ട് 10. അപ്പോൾ കൊച്ച്
അത്ര പിന്നെ ഞാൻ പാട്ട് പഠിപ്പിക്കുമ്പോൾ കൊച്ചി ഇങ്ങനെ നോക്കുക എന്നെ. ഞാൻ പറഞ്ഞ അച്ഛൻ പലതും പറയും, ഈസ് ക്രേസി, അതൊന്നും നോക്കണ്ട, ഞാൻ പറയുന്നത് മാറി. പക്ഷേ ഭയങ്കര അത്ഭുതം എന്ന് പറയുന്നത് പുള്ളിയുടെ അല്ലേ മോള്, ഒറ്റ സംഭവം ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങിരിക്കും. അത് ഞാൻ പറഞ്ഞു, എംപുരാനെ ആദ്യം പാടിക്കഴിഞ്ഞാൽ ഐ നീഡ് ടു ഹിയർ ദ സാഡ്നെസ്. അപ്പം മോള് ഒരു വിങ്ങൽ മാതിരി തോന്നണം. അപ്പം എന്നെ ചോദിച്ചു, സാഡ്നെസ് ഹൗ വിൽ വി ബ്രിങ് ഇറ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് എംപുരാനെ പാടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൈൻ പാടുന്നതിന് ഒരു ബ്രത്ത് എടുക്കില്ലേ, ആ ബ്രത്ത് കുറച്ച് കേൾക്കുന്ന രീതിയിൽ പാടി ഇറ്റ് വിൽ സൗണ്ട് ലൈക്ക് യു ആർ വീപ്പിംഗ്. ഒറ്റ പ്രാവശ്യം പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടി പാടുമ്പോൾ എംപുരാനേ എംപുരാ, അത് കറക്റ്റായിട്ട് ഇട്ടപ്പോൾ ഞാൻ നോക്കും, വാവ്, ഇത് പറഞ്ഞത് ഇത്രയും ക്ലിയർ. അപ്പോൾ പൃഥ്വി ഇങ്ങനെ ഒരു നല്ല പ്രൗഡ് ഫാദർ ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നവരെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ നൈസ്. സൂപ്പർ. ഉഷാദ് മാം ലാസ്റ്റ് പാടുന്ന വാക്കാണ് നെക്സ്റ്റ് പടമായി മാറിയത്. റൈറ്റ്. ലൂസിഫറിലെ എംപുരാൻ. ഇതിലും ഉഷാദ് മാം ലാസ്റ്റ് ഒരു വാക്ക് പാടുന്നുണ്ട്, അസ്രയേൽ. അതാണോ തേർഡ് പാർട്ട്? ഹോപ്പ്ഫുള്ളി യെസ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് ഈ ഫ്രാഞ്ചൈസിന്റെ ഭാഗമായിട്ട് വന്ന് വീണ ചില കോൺസ്റ്റന്റ് ഫാക്ടേഴ്സാണ്. നമ്മൾ ലൂസിഫർ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ലെങ്കിൽ കൂടെ ലൂസിഫറിൽ ലാസ്റ്റായിട്ട് എൻ്റെ അടുത്ത് അന്ന് പൃഥ്വി പറഞ്ഞിരുന്നത് വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് വേണ്ടുന്നത്. ഈ വോയിസിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേക്കടാ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവണം. അവരുടെ ശബ്ദത്തിൽ എംപുരാനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എംപുരാൻ, എന്താണ് ഈ എംപുരാൻ എന്ന് ചോദിക്കണം. അപ്പം ഞാൻ ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, എന്താണ് ഈ എംപുരാൻ? അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഈ എംപുരാൻ? അപ്പം എൻ്റെ അടുത്ത് അടുത്ത പടത്തിലെ പേരാണ്. ഞാൻ പറയാം, ഓ അത് ശരി. അപ്പോൾ അതുപോലെ ഈ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളുടെ അടുത്ത പടത്തിന്റെ പേര് ദിദിയെ കൊണ്ട് തന്നെ അനൗൺസ് ചെയ്യിപ്പിക്കട്ടെ. അപ്പൊ ഇതൊരു അനൗൺസ്മെന്റ് പോലെയായി. ഇവരെ ശബ്ദം വരുമ്പോൾ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. അസ്രയേൽ എന്ന് പറഞ്ഞിട്ടും എംപുരാന്റെ മേക്കിംഗ് 200 കോടിയാണെന്നൊക്കെ അൺഅനൗൺസ്ഡ് കണക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മ്യൂസിക് ഡയറക്ടറുടെ കോടികൾ എത്രയാണ്? മ്യൂസിക്കിന്റെ മേക്കിങ്ങിന് എത്ര കോടിയാണ്? ഇല്ല, മ്യൂസിക്കിന്റെ കോസ്റ്റ് വൈസ് ഞാൻ വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിന് എന്ത് എക്സ്പെൻസീവ് ആവുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, പൃഥ്വി മനസ്സിൽ ആഗ്രഹിച്ച ഒരു ഡിസൈൻ വിച്ച് ഇസ് വെരി ഡിഫറെന്റ്, അത് തന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഈവൻ ദോ ഇറ്റ് ഇസ് എക്സ്പെൻസീവ്, പുള്ളിയുടെ ഒരു ആഗ്രഹം അതാണെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, പൃഥ്വി പറയുന്ന ഈ ഇന്ന പടങ്ങളിലൊക്കെ റെക്കോർഡിങ്സ് നടക്കുന്നത് ഇന്ന പോലത്തെ വലിയ സ്റ്റുഡിയോസിൽ കോൺസേർട്ട് വായിക്കുന്ന ആ സിംഫോണിക് ആയിട്ടുള്ള, ഇപ്പം ബ്രാസ് ആണെങ്കിൽ തന്നെ അതിൽ ഫ്രഞ്ച് ഹോൺ, ട്യൂബ, ട്രോംബോൺ, ട്രംപറ്റ്, വയലിൻ, വിയോള, ചെല്ലോ, ഡബിൾ ബേസ്, ഹാർപ്പ്, ടിംപനി. പൃഥ്വി പറഞ്ഞ അത് നമുക്ക് ആന്റണിയുടെ അടുത്ത് സംസാരിക്കാം, എന്നിട്ട് ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പുള്ളിയുടെ അടുത്ത് പറ. അപ്പം ഞാൻ ആന്റണി ചേട്ടൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ആന്റണി ചേട്ടാ ഇങ്ങനെ സംഭവം കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇദ്ദേഹം പറയുന്ന രീതിയിൽ ചെയ്യാനാണെങ്കിൽ നമ്മളുടെ യൂഷ്വൽ ആയിട്ടുള്ള കണ്ടംപററി ട്രീറ്റ്മെൻറ്റ് അല്ല, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, ഉണ്ടാക്കാനും ഡിഫിക്കൾട്ടാണ്, അത് വായിപ്പിക്കാനും ഡിഫിക്കൾട്ടാണ്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഉണ്ടാക്കാൻ വളരെ ഡിഫിക്കൾട്ടാണ്, അതെനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണ്ടേ, പക്ഷെ വായിപ്പിക്കുന്ന കാര്യം ഈ പടത്തിന് വേണ്ടി പൃഥ്വിയുടെ ആഗ്രഹം അതാണെങ്കിൽ അതിൽ നോ കോംപ്രമൈസ്, എന്ത് കോസ്റ്റ് വരികയാണെങ്കിലും. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ ആണോ? കാരണം ആന്റിച്ചേട്ടൻ എനിക്ക് എത്രയോ വർഷം നരൻ തൊട്ടുള്ളൊരു ബന്ധമല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളൊരു പ്രൊഡ്യൂസറിനായിട്ടല്ല ആന്റിച്ചേട്ടനെ കാണുന്നത്. നമ്മൾ ആന്റിച്ചേട്ടൻ ഓക്കെ ആണോ പറഞ്ഞു, അത് നിങ്ങൾ പറയണ്ട, നമ്മൾ ഓക്കെ ആക്കും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പുള്ളി പറഞ്ഞ, നിങ്ങൾ ഈ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ പറ്റി കൺസേൺഡ് ആയിട്ടല്ലേ, ആ കൺസേൺ മനസ്സിലുള്ളിടത്തോളം കാലം ഐ ഹാവ് നോ പ്രോബ്ലം, എന്ത് ചെയ്യുകയാണെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ചെയ്തോ, അതിൽ നോ കോംപ്രമൈസ്. പിന്നെ നാളെ നമുക്ക് തോന്നരുത് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടിയില്ല എന്ന്. എല്ലാവരും മനസ്സിൽ ആഗ്രഹിച്ച വന്നാലേ ഡയറക്ടർ ആഗ്രഹിച്ച പടം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആന്റണി ചേട്ടൻ്റെ സൈഡിൽ നിന്ന് ഡെഫിനറ്റ്ലി വളരെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂസിക്കിൽ നടന്നിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ലൈവ് വായിപ്പിച്ചൊക്കെ വേണോ ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ? ഇവിടെയാണോ, നാട്ടിലാണോ, പുറത്താണോ? എല്ലാം പുറത്ത്. മെസിഡോണിയൻ ഓർക്കസ്ട്രയാണ് വായിച്ചത്. അപ്പോൾ അതിൻ്റെ അത് ഓൺലൈൻ എനിക്ക് എൻ്റെ അടുത്ത് പൃഥ്വി പറഞ്ഞിരുന്നത്, നമുക്ക് ആദ്യം തമാശയായിട്ട് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞല്ലേ ഇത് പോകുമ്പം റെക്കോർഡ് ചെയ്യുമ്പം ഞാനും പോകേണ്ടി വരില്ലേ? പറഞ്ഞു, ഞാനുമല്ല നമ്മൾ പോകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൃഥ്വിയുടെ ആവശ്യം എന്താണ് അവിടെ? ഞാനാണ് വരേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷൂട്ടിംഗ് ഒക്കെ ഇല്ലേ? പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പം ഞാൻ പറഞ്ഞു ശരി. ഇങ്ങനെയൊക്കെയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്.
അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ലാസ്റ്റ് മൊമെൻ്റ് ആയി പറഞ്ഞു, നിങ്ങൾ ഇനി മെസഡോണിയ റെക്കോർഡിനായി പോയി കഴിഞ്ഞാൽ ഇവിടെ പണി സ്ലോ ആവില്ലേ, അപ്പോൾ നമുക്കിതല്ലാതെ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാതെ വഴിയെന്ന് പറയണമെങ്കിൽ ഓൺലൈനാണ്, ചോദിച്ചു നോക്കാം. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നോ പ്രോബ്ലം, ഓൺലൈൻ ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ടോക്ക് ബാക്കിൽ സംസാരിച്ചാൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ കണ്ടക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ലിങ്ക് തന്നു, ആ ലിങ്ക് പൃഥ്വിക്കും കൊടുത്തു, ആ ലിങ്ക് ഞാനും വെച്ചു. അപ്പോൾ പൃഥ്വി വീട്ടിലിരുന്ന് ഇങ്ങനെ നല്ല വിശാലായിട്ട് സിംഫണി നമ്മുടെ പടത്തിൻ്റെ സംഭവം കാണുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തംസപ്പും ഫയറൊക്കെ അയക്കും. പുള്ളി ആഗ്രഹിച്ച സാധനം യെസ്. കാരണം നമ്മൾ കീബോർഡിൽ പ്രോഗ്രാം ചെയ്യുമ്പം ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത് മോക്ക് പ്രോഗ്രാമിങ് കീബോർഡിൽ ചെയ്യാൻ. കാരണം ഇത് കീബോർഡിൽ ചെയ്തിട്ട് പുള്ളി ഇമാജിൻ ചെയ്യണം ഇവർ വായിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. അപ്പോൾ ഞാനപ്പോൾ പലതും പറഞ്ഞു, ഇത് ഇപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും, അവർ വായിച്ചു കഴിഞ്ഞാൽ വേറെ അങ്ങനെ വരുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് വായിച്ചു കഴിയുമ്പോൾ പുള്ളിക്ക് വന്നു എന്നുള്ളൊരു സന്തോഷം പുള്ളിക്ക് പലപ്പോഴും കിട്ടിയിരുന്നു. അപ്പം നമ്മൾ 3 ദിവസത്തെ സെഷനായിരുന്നു പറഞ്ഞത്, 3 ദിവസം ഈ 2 മണിക്കൂർ വെച്ചിട്ട്. പക്ഷേ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പം കണ്ടക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഡു യു വാണ്ട് 3 days ഓർ ക്യാൻ വി ഫിനിഷ് ഇൻ 1 day, വി വിൽ ടേക്ക് ദ ഹോൾ സെഷൻ ടുഗെദർ. അപ്പോൾ ഒരു ദിവസം ഒരു 7-8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ ഒരുമിച്ച് എടുക്കണം. അപ്പോൾ പൃഥ്വി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി വിചാരിച്ചു നാളെ മറ്റന്നാളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കണ്ട് പുള്ളി ഉറങ്ങാൻ പോയി. ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി, അതായത് വൈകിട്ട് ഒരു 8-9 മണിയാകുമ്പോൾ തുടങ്ങി രാവിലെ 6-7 മണിയാകുമ്പോഴേക്ക് തീർത്തു നമ്മളുടെ ടൈം. അവരുടെ രാത്രി ഒരു 2-3 ആകുമ്പോഴേക്ക് തീർന്നു തോന്നുന്നു. പിറ്റേ ദിവസം വൈകിട്ടായപ്പോൾ പൃഥ്വി വിളിച്ച്, ഇന്ന് മെസഡോണിയ ഇല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതെന്ത് സീരിയലോ? മെസഡോണിയയിലാണ് ഇതിന്റെ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ഓർക്കസ്ട്ര ഒക്കെ നടക്കുന്നത്. അത് ഇവിടെ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യും. അപ്പൊ ഇത് ആദ്യം ഓൾറെഡി എല്ലാ നോട്ട്സ് എല്ലാം സെറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്. എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ആദ്യം പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇൻഡിവിജ്വൽ സ്കോർ നമ്മൾ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്ത് ഓരോ ഇൻസ്ട്രുമെന്റ് എന്ത് പാർട്ടാണ് വായിക്കേണ്ടത്. കാരണം നമ്മൾ കേൾക്കുമ്പോൾ വയലിൻ, വ്യോള, ചെല്ലോ, ഡബിൾ ബേസ്, ട്രംപറ്റ്, ട്രോംബോൺ, ഫ്രഞ്ച് ഹോൺ എല്ലാം ഒരുമിച്ചല്ലേ കേൾക്കുന്നത്. ഇതിനെ വേറെ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ട് അതിന്റെ എക്സ്പ്രഷൻസ് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച എക്സ്പ്രഷൻസ് അവിടെ കൊണ്ട് വായിപ്പിക്കും. അപ്പം നമ്മൾ ഈ എക്സ്പ്രഷൻസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളവിടെ ഓൺലൈൻ വേണം. ഓക്കെ. ലാലേട്ടന്റെ ഇൻട്രോ സീൻ ലൂസിഫർ പോലെ ആയില്ല എന്ന് പറയുന്ന ഫാൻസിനോട് ദീപക് ദേവൻ എന്ന മ്യൂസിക് ഡയറക്ടർക്ക് ഇപ്പോൾ പറയാനുള്ളത്? ലാലേട്ടന്റെ ഇൻട്രോ സീൻ ലൂസിഫറിൽ വന്നിരുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. ഇതിൽ വരുന്നത് ഖുറേഷിയാണ്. അപ്പം ഖുറേഷിയും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഡിഫറൻസ് ആ മ്യൂസിക്കിൽ ഉണ്ടാവണം. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുമ്പം നമ്മളെ നാട്ടിലെ ഒരാളായതുകൊണ്ട് തന്നെ നാടൻ പ്രയോഗങ്ങൾ കുറേ ഉപയോഗിക്കാം. പക്ഷേ നമ്മളുടെ ഖുറേഷിയായിട്ട് വരുമ്പം ഡെഫിനറ്റ്ലി അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ബാക്ക് ഡ്രോപ്പും ആ ഒരു എന്താ പറയുക ആ സീനിലേക്കുള്ള പ്രൊസീഡിങ് സീനൊക്കെ വെച്ച് നോക്കുമ്പം അത് വേറൊരു സൗണ്ട് ഡിസൈനാണ് ആ സീന് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മളുടെ രീതിയിലല്ലാത്ത ആ ഡയറക്ടറിനെ ഹാപ്പിയാക്കുന്ന, ഡയറക്ടർ ആഗ്രഹിച്ച ഒരു രീതി. ഈ ഇപ്പോഴത്തെ ഖുറേഷിയുടെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ 5ാമത്തെയോ 6ാമത്തെയോ ഓപ്ഷനാണ്. കാരണം ഈ ആദ്യത്തെ 2-3 ഓപ്ഷൻ എല്ലാം നമ്മൾ കുറച്ച് കണ്ടംപററി ആയിട്ടാണ് ചെയ്തത്. ഈ പറയുന്ന ഹാപ്പി അല്ലാത്ത ആൾക്കാർ ഒരുപക്ഷെ ഹാപ്പി ആവാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. അതെ. അപ്പം ഡയറക്ടറിന്റെ ഒരു വിഷൻ അതല്ല. അപ്പം ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞത് വേണ്ട, അത് നമുക്ക് വേറെ പിന്നെ ചെയ്യാന്നേ, ഡോണ്ട് വറി ഇതൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു 3 ഓപ്ഷൻ അങ്ങനെ ചെയ്തിട്ട് റിജക്റ്റഡ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാളെ പറ്റിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഞാൻ ആ സിംഫോണിക് ആയിട്ട് തന്നെ ചെയ്യാം. സിംഫോണിക് ആണ് ബേസിക്, 1 ലൈനിൽ പറയുകയാണെങ്കിൽ സിംഫോണിക് ആണ്. പക്ഷെ അതിൽ തന്നെ ഒരു ഹാർഡ് റോക്ക് ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. അതുവരെ സിംഫോണിക് ട്രീറ്റ്മെന്റ് ആണ്. അത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് EDM മാത്രമാണ് ഒരു പ്രശ്നം, റോക്കിഷ് ആയാൽ കുഴപ്പമില്ല. കാരണം ഖുറേഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് റോക്ക് എന്ന് പറയുന്ന ഒരു ഗ്രഞ്ച് എനർജി ഇസ് പെർമിറ്റബിൾ. അത് എന്റെ ഭാഗ്യം. അപ്പം അതെ, റോക്ക് വരെ ഐ എം ഓക്കെ. EDM, ഡിക്ചിക്, ഹിപ്പ് ഹോപ്പ്, റാപ്പ് അതിപ്പോൾ എല്ലായിടത്തും കേൾക്കുന്നത് അത് വേണ്ട എന്ന് പറഞ്ഞു. അതായിരുന്നു തോട്ട്. അപ്പോൾ നമ്മുടെ ഈ അത് കിട്ടിയില്ല, ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടംപററി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ, എനിക്ക് മനസ്സിലായി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, അത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അത് നമുക്ക് പറ്റാണ്ടാണോ, നമ്മൾ മറന്നുപോയതാണോ എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. അത് വേണ്ട എന്ന് തന്നെ അതിൻ്റെ ഡയറക്ടറിൻ്റെ വിഷനാണല്ലോ നമ്മളെല്ലാവരും എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഈ പടം. അദ്ദേഹം ബാക്കി എല്ലാം അതുപോലെ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഇതാണ് വേണ്ടതെന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി ഒരു മ്യൂസിക് ഡയറക്ടർ ഫസ്റ്റ് നോക്കേണ്ട. ആഫ്റ്റർ ഓൾ നമ്മൾ ചെയ്യുന്നത് പടത്തിന് വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ്ലി എനിക്ക് വേണ്ടിയാണ്. പക്ഷെ എന്നോടൊപ്പം തന്നെ മേക്കർ
സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ഇത് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പം എൻ്റെ സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ മേക്കറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ കേസിൽ മേക്കർ ഇത്രയും ഡ്രീം ചെയ്ത ഒരു പ്രോജക്റ്റ് ആകുമ്പം പല കേസിലും മേക്കറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ ഒന്നാം സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം പലതും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് തെളിയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രെയിലർ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ആൾ ഞാനാണ്. എന്തായിരുന്നു പ്രശ്നം? 4 മിനിറ്റിൻ്റെ ട്രെയിലർ നടക്കില്ല. ഇതെന്ത് ഇത് ഞാൻ പറഞ്ഞു 2 മിനിറ്റും കൂടി ഇട്ടാൽ പടം ഫുള്ള് കാണിക്കുന്നില്ലേ. ഇത് ഫുൾ പടത്തിൻ്റെ ഇതിൽ ട്രെയിലർ കാണിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ലാഗ് തോന്നിക്കുന്നുണ്ട്. കാരണം ഇത് ബാക്കി ടെക്നീഷ്യൻസൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് ഷെയർ ചെയ്തു, നിങ്ങൾ പറ രാജുവിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു അത് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ പറയേണ്ടത് ഞാൻ പറയാം. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് പുള്ളിയെടുത്ത് പറഞ്ഞു ഈ ട്രെയിലർ ഡേഞ്ചറാണ്. കാരണം ഇതിലിപ്പോൾ കാണുമ്പം കറക്റ്റ് 2:17 2:32 അങ്ങനെ എന്താണ്ട് ഒരു ടൈം ലൈനിലൊരു ഇത് വന്നപ്പം ഞാൻ അവിടെ പോയി നോക്കി ഇനി ബാക്കി എത്രയുണ്ട്, തീരുന്നില്ലല്ലോ എന്ന്. അതായത് റെഫറൻസ് ഇവർ ആദ്യം കട്ട് ചെയ്ത ഉടനെ റെഫറൻസ് മ്യൂസിക് ഇടുമല്ലോ, അതിൽ ഈ പറഞ്ഞ ഇപ്പോഴത്തെ കണ്ടംപററി തമിഴ് തെലുങ്ക് നമുക്ക് ചെയ്യാനായിട്ട് റെഫറൻസ് തരില്ല. അങ്ങനെ അതായത് ഇതാണ് എഡിറ്റർ ചെയ്തത്. അപ്പൊ എഡിറ്റർ കാണേണ്ട ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓഡിയോ ഇല്ലാണ്ട് ഇനി കാണണ്ട, എന്തെങ്കിലും മ്യൂസിക് വെച്ചിടുമല്ലോ, മാസ് മ്യൂസിക്, കംപ്ലീറ്റ് മസാല മ്യൂസിക്, അത് നമ്മൾ ചെയ്ത് കൊടുക്കും. അത് അവർ ഇട്ടിട്ട് റെഫറൻസ് ആയിട്ട് തരും. അപ്പൊ നമ്മളത് നോക്കില്ല. അതിൽ നിന്നും എന്തെങ്കിലും കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിലാണ് അതിന്റെ റെഫറൻസ് വെക്കുന്നത്. അപ്പൊ പൃഥ്വി എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം ഇത് ഇത്രയും ലോങ് ആയിട്ട് തോന്നുന്നത് ആ റെഫറൻസ് മ്യൂസിക് ഇതുമായിട്ട് ഒട്ടും ചേർച്ചയില്ലാത്ത മ്യൂസിക്കാണ്. ആ ഒട്ടും ചേർച്ചയില്ലാത്ത മ്യൂസിക് ഇതുമായിട്ട് വരുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ആ പോയിന്റാണ് ഈ 2 സംതിങ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇതിൽ എല്ലാവരും കണ്ടിരിക്കുന്ന ഈ തമിഴ് തെലുങ്കിന്റെ മാസ് മസാല തലക്കടി, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുറേശ്ശേ അതുപോലത്തെ സാധനമാണ് മൊത്തം കേൾക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, ആ സാധനം ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു സ്ഥിരം സാധനമാവും, പടത്തിലാണെങ്കിലും ട്രെയിലറിലാണെങ്കിലും. അതാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തോന്നുന്നത്. നമ്മൾ പ്ലാൻ ചെയ്തൊരു സാധനമില്ലേ അത് ഇതിലിട്, ഈ കറക്റ്റ് ലാഗ് വരുന്നു എന്ന് തോന്നുന്ന പോയിന്റിൽ അടുത്ത ഗിയറിലേക്ക് മാറ്റും മ്യൂസിക്. അവിടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എല്ലാവർക്കും ഒരു ഗൂസ് ബംസ് കിട്ടും. പിന്നെ വാച്ചിൽ നോക്കാൻ സമയമുണ്ടാവില്ല, കാരണം ഇതിൽ ശ്രദ്ധ ഉണ്ടാവും. ആ പറഞ്ഞത് ഞാൻ ചോദിച്ചാൽ അതിൽ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. ഞാൻ പറഞ്ഞു എനിക്കതില്ല, അത് വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ചെയ്ത് ഞാൻ പറഞ്ഞു ശരി, ഞാൻ കൂടെ നിൽക്കാം. എല്ലാവരും എന്നെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണിത് പറഞ്ഞു. നിങ്ങൾ അതാണ് പറയുന്നത്, മ്യൂസിക് മാറിയാൽ ഈ സാധനം ക്ലിക്കുക. ഞാൻ പറഞ്ഞു അപ്പം ഇതെല്ലാം കൂടെ എൻ്റെ തലയിലാണ് ഇപ്പം ഇടാൻ പോകുന്നത്. മ്യൂസിക് നന്നായാൽ ട്രെയിലർ പുള്ളി പറഞ്ഞു തീർച്ചയായിട്ടും എനിക്കെപ്പോഴും നിങ്ങളുടെ തല തന്നെയാണ്. അന്ന ഒരു കണ്ടീഷൻ, നമ്മളിത് ഒറ്റയടിക്ക് ഞാനിത് ഫുള്ള് ചെയ്ത് നിങ്ങൾക്ക് തരില്ല. വി വിൽ ഗോ 15 to 20 seconds. അത് ചെയ്യും, കാണിക്കും, അയ്യോ ഓക്കെ, അടുത്ത 20 seconds. അങ്ങനെ നമ്മൾ 4 മിനിറ്റ് എത്തിക്കും. അങ്ങനെ ട്രെയിലർ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പുള്ളി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എവിടെ തെറ്റുന്നോ എവിടെ ലൂസ് ചെയ്യുന്നോ അവിടെ വെച്ച് വിൽ കറക്റ്റ്. ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അഴിച്ച് പണിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. പുള്ളി കൊണ്ട് ഡൺ. അങ്ങനെ സാധാരണ ട്രെയിലറൊക്കെ നമ്മൾ ഒരു 3 ദിവസം 4 ദിവസത്തിൽ തീരെ, ഇത് ഒരു 1.5-2 ആഴ്ചയോളം ട്രെയിലർ മാത്രം വെച്ച് ചെയ്ത് അവസാനം പുള്ളി ഉദ്ദേശിച്ച ഞാൻ ഈ ലാഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുള്ളി എന്നെ കൊണ്ട് ഗിയർ മാറ്റിച്ച് മാറി ഹൈ എനർജി സംഭവം ചെയ്യിപ്പിച്ചത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രെയിലറിൻ്റെ മൊത്തം എഫക്റ്റ് അങ്ങ് മാറി. അപ്പോൾ പുള്ളി എന്നിട്ട് പറഞ്ഞ് ഇപ്പം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു മനസ്സിലായി തൊഴുതു എണ്ണ പറഞ്ഞു. പക്ഷേ ഇത് ആദ്യം നമുക്ക് അതാണ് നിങ്ങൾ എന്നോട് പറയാൻ സമ്മതിക്കൂ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പടത്തിലും ഞാൻ പറയുന്നത്, നത്തിങ് ടു വറി. നമ്മൾ ഉദ്ദേശിച്ച സംഭവം ഇതിപ്പോൾ നമ്മൾ ആദ്യം കേട്ട റെഫറൻസ് മ്യൂസിക് കംപ്ലീറ്റ് കമേഴ്ഷ്യൽ സ്ഥിരം കേൾക്കുന്ന സംഭവങ്ങളായിരുന്നു. അത് വന്നിരുന്നെങ്കിൽ ഈ വാച്ചിലേക്ക് നോക്കും, ഇത് തീരുന്നില്ലല്ലോ. ഇതിപ്പോൾ പുതിയൊരു സംഭവമായപ്പം ആൾക്കാരെല്ലാം അതിലേക്ക് ഇങ്ങനെ ഒരു ഫുൾ വിഷ്വൽ എക്സ്പീരിയൻസ്, ഓഡിയോ വീഡിയോ എക്സ്പീരിയൻസ് ഫ്രഷ് ആയിട്ട് കിട്ടി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു വിഷനസ് കുറെ നേരം ദീപക് ദേവ് ക്യാമറയിൽ നോക്കിയിട്ടാണ് സംസാരിച്ചത്. ഫാൻസിനോട് പറയാനുള്ളതാണ്. അതെ കാരണം ഇതിപ്പോ എന്താന്ന് വെച്ചാൽ പല ആൾക്കാർക്ക് പല രീതിയിലുള്ള ഡിസപ്പോയിന്റ്മെന്റ്സ് ഞാൻ കാണുന്നു. അത് വരുന്നുണ്ട് മെസ്സേജസ് ആയിട്ട്. അയ്യോ മെസ്സേജസ് ആയിട്ട് വരുന്നുണ്ടോ? ഏറ്റവും രസം എന്താണെന്നറിയോ, ഇത് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സബ്സ്റ്റാൻഡേർഡ് വാക്കുകളൊക്കെ വെച്ചിട്ട് ഒരു എന്താ ഹെയ്റ്റ് മെസ്സേജസ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത്രമാത്രം പേഴ്സണലായിട്ട് എടുക്കാൻ എന്താ ഇവിടെ സംഭവിച്ചത്? അതായത് എന്തിനാണ് ഈ BGM എന്നൊക്കെ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതെന്താ ഇങ്ങനത്തെ ഒരു വാക്ക്, ഒരു കുട്ടികളും എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന പേജല്ലേ ഇത്.
അപ്പോൾ ഇത്രയും ആൾക്കാർ റിയാക്ട് ചെയ്ത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു എൻ്റെ മോഡറേറ്റേഴ്സ്, എൻ്റെ പേജ് മാനേജ് ചെയ്യുന്നവർ ഒരു 50-100 അവർ ഡിലീറ്റ് ചെയ്തു. അതായത് ഇന്നലെ ഉച്ച തൊട്ട് രാവിലെ എല്ലാം പോസിറ്റീവ്. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ പടം കണ്ടു കഴിഞ്ഞ് വരുന്നവർ അല്ലെങ്കിൽ റിവ്യൂസ് പറയുന്നതിൽ 10-ൽ 8 പേരും BGM നന്നായിട്ടുണ്ട്, കണ്ടുവന്നതാണ്. BGM ഇസ് വെരി ഡിഫറെൻറ്റ്. അതായത് സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല. ഇറ്റ്സ് എ ടോട്ടൽ ഹോളിവുഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഫീൽസ് വെരി നൈസ്, വെരി ഫ്രഷ്. അതും ഇത് ക്രാക്ക് ചെയ്തല്ലോ എന്നുള്ള അപ്രിസിയേഷനാണ് വരുന്നത്. ഓൺലൈൻ റിവ്യൂസിൽ ചില ആൾക്കാർ ജെനുവിൻ ആയിട്ട് മ്യൂസിക് എൻജോയ് ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യലി മ്യൂസീഷ്യൻസ് ഫ്രട്ടേണിറ്റി, അവരെല്ലാവരും എന്നെ വിളിച്ച് ഇതെങ്ങനെ ക്രാക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള എൻ്റെ തന്നെ പ്രായമുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിച്ച്, എടാ ഇത് നീ തന്നെയാണോ ഉണ്ടാക്കിയത്, അല്ല അവർ നീ പകുതി കൊടുത്തിട്ട് ബാക്കി പകുതി അവരാണോ? ഞാൻ പറഞ്ഞു, എടാ നീ അത് പറയരുത്, ഞാൻ തന്നെയാണ് ഫുൾ ഉണ്ടാക്കിയത് എന്നൊക്കെ തമാശ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്, ഇത് ശരിക്കും ക്രാക്ക് ചെയ്യണമെങ്കിൽ എളുപ്പം. ഞാൻ പറഞ്ഞു അത് പൃഥ്വി അത്രയും നിർബന്ധിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് ആയതുകൊണ്ട് അതങ്ങ് നടന്നു, ഇല്ലെങ്കിൽ നമ്മൾ സേഫ് ഗെയിം നോക്കിയേനെ. അപ്പം ഇത്തരം സംഭവങ്ങൾ നമ്മൾ അതിൽ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ചു എന്നെ വിളിക്കുന്നു അപ്രിഷിയേറ്റ് ചെയ്യാൻ. അതേ സമയത്ത് സ്ട്രെയിറ്റ് എക്സ്ട്രീം എന്ത് ഡാഷ് ഇതാണ്, കുടുംബത്തെ തെളിവ് വിളിച്ചുകൊണ്ടും BGM ആണ് ചെയ്തിരിക്കുന്നത്, നിനക്ക് പണി അറിയില്ലെങ്കിൽ വീട്ടിലിരിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്ന സമയത്ത് പിന്നെ ഒരു കുറേ കഴിഞ്ഞപ്പം എൻ്റെ പേജ് മോഡറേറ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക് ജെനുവിൻ. കാരണം ഇവരുടെ പേഴ്സണൽ ഇവരുടെ പേര് കണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0 പോസ്റ്റ്, 0 ഫോളോയിങ്, 0 ഫോളോവേഴ്സ്. പുതിയ പേജ് ഉണ്ടാക്കി പുതിയ പേജ് ഇതിനായിട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ഇതെന്തൊരു ക്യാമ്പയിൻ വല്ലതും ആണോ? അപ്പം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയ ഒരു സെറ്റപ്പാണ് ഈ. അപ്പോൾ എന്തോ ഒരു ക്യാമ്പയിനിങ് നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു അത് നമ്മളുടെ ഇങ്ങനത്തെ ഒരു ആവശ്യത്തിന് ഇത്രയും സമയം മാറ്റി വെച്ച് പുതിയ പേജൊക്കെ ഉണ്ടാക്കുമോ? അപ്പോൾ അവർ പറഞ്ഞു എന്താണെന്നറിയില്ല. പിന്നെ ഇന്നലെ രാത്രി ആയപ്പം ന്യൂസിൽ ഞാൻ കണ്ടു വേറെ എന്തോ സംഭവങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ട്. ദർ സം മേജർ പ്രോബ്ലം ഹാപ്പനിങ്. അത് നമ്മൾ നേരിട്ട് കാണാതെയും എക്സ്പീരിയൻസ് ഇല്ലാതെ അത് പറയുന്നത് തെറ്റാണ്. പക്ഷെ there is some other thing happening എന്ന് ഞാൻ കേട്ടു. കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്പ്യൂട്ടും ഡിസ്കഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഹേറ്റ് കമന്റ്സ്. അപ്പൊ ഇതിൽ എവിടെയൊക്കെ ആരൊക്കെ ഇതിൽ പാർട്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഹൂസ് വർക്ക് ഇസ് ബീങ് അപ്രിഷിയേറ്റഡ് അവരെ ടാർഗറ്റ് ചെയ്ത് അവരിൽ ആൾക്കാർ പ്രതീക്ഷിച്ച എന്തെങ്കിലും ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ യൂസ് ദിസ് ആസ് എ ജെനുവിൻ എക്സ്ക്യൂസ്. അവരെ അപ്രോച്ചും കറക്റ്റാണ്. അതായത് അവരുടെ പ്രശ്നമല്ല അവരിവിടെ പറയുന്നത്. എൻ്റെ വർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പെരുപ്പിച്ച് അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു ത്രെഡായിട്ട് കൊണ്ടുവരിക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം തോന്നി. കാരണം ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ദ വർക്ക്. കാരണം വർക്ക് മാത്രമാണെങ്കിൽ ക്യാമ്പയിൻ ആണെന്ന് സംശയമുണ്ട്. ക്യാമ്പയിൻ ആണെങ്കിൽ ഓക്കെ, എന്താണെങ്കിലും നമുക്കിപ്പോൾ ദർ ഇസ് എ ലിമിറ്റ് ഫോർ ഹൗ മച്ച് യു ക്യാൻ സ്റ്റോപ്പ്. പക്ഷേ ഇനി ഞാൻ ഈ ഡിലീറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ കഴിയുന്നത് ഇനി കുറയ്ക്കും. പാർട്ട് 3 സ്റ്റീഫന് കൂടുതൽ പോർഷൻസ് ഉണ്ടോ? പാർട്ട് 3 ഡിസ്കഷൻസ് നടക്കുന്നുണ്ടോ? നമ്മൾ 6 മാസം മുമ്പേ പാർട്ട് 2 കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? അറിയില്ല. അതെ, ഇപ്പോഴും ഞാൻ അതേ പറയുന്നുള്ളൂ. പാർട്ട് 3 കുറിച്ച് ചോദിച്ചാൽ ഞാൻ അറിയില്ല. ഓക്കെ, അറിയില്ല എന്ന് പറയണതാണോ അതോ അറിയാഞ്ഞിട്ട് ശരിക്കും അറിയില്ല? ശരിക്കും അറിയില്ല എന്നാണ് ഇപ്രാവശ്യം ശരിക്കും അറിയില്ല. അന്ന് എനിക്കെല്ലാം അറിയാമായിരുന്നു, പറഞ്ഞില്ല. മൂവി റിവ്യൂ ചോദിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. എന്നാലും ആസ് എ പേഴ്സൺ തിയേറ്ററിൽ എമ്പുരാൻ കണ്ടു കഴിഞ്ഞപ്പോ ഫ്രാഞ്ചൈസി പാർട്ട് ഓഫ് ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു സിനിമ ലവർ എന്ന നിലയ്ക്ക് ദീപക് ദേവിന്റെ വേർഡിക്റ്റ് എന്താണ്? അബൌട്ട് ദ മൂവി? ഇറ്റ്സ് എ ഡിഫറെന്റ് മൂവി. നമ്മൾ ലൂസിഫർ തന്നെ ഇതിൽ എക്സ്പെക്ട് ചെയ്ത് പോകാതെ ഇത് നമ്മൾ കാണുന്നത് ലൂസിഫറിലുള്ള ഒരു ക്യാരക്ടറിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ്. ഈ ക്യാരക്ടർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഈ ക്യാരക്ടർ ലൂസിഫറിൽ ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരാളല്ല. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി വേണ്ടി വന്നാൽ ഒന്ന് ഇടിക്കും, ഖുറേഷി ഇടിക്കില്ല. ഖുറേഷി വന്ന ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് അയാളിലേക്കുള്ള ബുള്ളറ്റ് പോകും. അത് ഖുറേഷിയുടെ ആൾക്കറിയാം ഖുറേഷി എന്ത് ചിന്തിക്കുന്നു. അപ്പം പല കാര്യങ്ങളും സ്റ്റീഫൻ ചെയ്യുന്ന കാര്യങ്ങൾ ഖുറേഷിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മനസ്സിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞമാതിരി ഈ പടത്തിന് ഈ പടമായിട്ട് കാണുകയാണെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗുഡ് വാച്ച് എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഐ കുഡ് ഗെറ്റ് ഇൻ ടു ദാറ്റ് മൈൻഡ് സെറ്റ്. കാരണം ഞാനിതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷെ നമ്മളുടെ ഓഡിയൻസിന് ഞാൻ വർക്ക് ചെയ്യുന്ന മാതിരി ഒരു പടം 10 പ്രാവശ്യം കാണാൻ പറ്റില്ല. കാരണം അവർ ഒറ്റ ടൈം കാണുമ്പം പക്ഷെ അവരെന്നാലും അവർ എക്സ്പെക്ട് ചെയ്ത് പോകുന്നുണ്ടാവില്ല. ആ എക്സ്പെക്ടേഷൻസ് എനിക്ക് തോന്നുന്നത് പൃഥ്വി തന്നെ പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിരുന്നു.
അപ്പോൾ എനിക്ക് ഐ തിങ്ക് ഇറ്റ്സ് എ വൺ ടൈം ഗുഡ് വാച്ച്. സൂപ്പർ. ലാലേട്ടൻ്റെ ഡയലോഗ് ഡെലിവറി വളരെ സ്മൂത്താണ്. ഞാൻ അത് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതെന്ന് ദീപക് ദേവ് പറഞ്ഞു. അതെങ്ങനെയാ സംഭവം? ലാലേട്ടൻ്റെ വോയിസ് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് ഇറ്റ്സ് സോ മ്യൂസിക്കൽ. അതായത് ഡബിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹം അവൈലബിൾ ആവാതെ ഒരാൾ ട്രാക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ മൂവി സ്കോർ ചെയ്യുന്നതെങ്കിൽ മൊത്തം സ്കോറിങ് മാറ്റി അഴിച്ച് പണിയേണ്ടി വരും ലാലേട്ടൻ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ലാലേട്ടൻ്റെ വോയിസിൽ തന്നെ എവിടേക്കോ ഒരു നാദം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇഫ് ഹീസ് സാഡ്, ഇഫ് ഹീസ് ആംഗ്രി, എല്ലാത്തിലും ഇറ്റ്സ് സോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിരിക്കും മ്യൂസിക്കുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഐ ഫൈൻഡ് ഇറ്റ് സോ ഈസി ടു സ്കോർ വിത്ത് ഹിസ് വോയിസ് ഓൺ. ലാലേട്ടൻ്റെ ഡയലോഗ്സ് ആണെങ്കിൽ വോയിസ് ഇട്ടിട്ട് സ്കോർ ചെയ്യുമ്പം അത് ശരിക്കും ഇങ്ങനെ തലോടി പോകുന്ന മാതിരി തോന്നും. ആരെ കെട്ടിപ്പിടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ലാലേട്ടൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ ആണോ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലാലേട്ടനെ ആണോ എന്ന്. ദാറ്റ്സ് ലാലേട്ടൻസ് ഡബിങ്. ആസ് എ മ്യൂസിക് ഡയറക്ടർ എബ്രാം ഖുറേഷിയാണോ സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ ദീപക് ദേവിന് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് രണ്ടുപേരും ഇഷ്ടം. എനിക്ക് രണ്ടുപേരും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എബ്രഹാം ഖുറേഷീനെ എനിക്ക് ഇഷ്ടം എവിടെയാണെന്ന് അറിയോ, സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് ഞാൻ, പക്ഷെ അത് ആവശ്യമുള്ള സമയത്ത് ഞാൻ ഇറക്കാം എന്ന് പറയുന്ന ഒരു എബ്രഹാം ഖുറേഷിയിലെ ആ എബ്രഹാം ഖുറേഷിനെയാണ് എനിക്ക് ഇഷ്ടം. മ്യൂസിക്കലി ചോദിച്ചാൽ എന്ത് പറയും? മ്യൂസിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ് വൈസ് എനിക്ക് ഫ്രഷ് ആയിട്ട് തോന്നിയത് ആൻഡ് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് ഖുറേഷിയാണ്. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ കുറേ പുതിയ ഏരിയാസ് വെഞ്ചർ ചെയ്യാൻ കാരണം എബ്രഹാം ഖുറേഷിയാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും എബ്രഹാം ഖുറേഷിയുടെ മ്യൂസിക്കാണ് ഇഷ്ടം. സൂപ്പർ. ഡയറക്ടർ ഒരു പടത്തിന്റെ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഡയറക്ടർ എന്താണ്? ഞാൻ ഡയറക്ടറിന്റെ തൊപ്പി. തൊപ്പി വെച്ച് ഡയറക്ടറിന്റെ ബ്രെയിനുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ തൊപ്പിയുടെ അകത്ത് ഇരുന്നാലേ നടക്കുള്ളൂ. അടിപൊളി. എഡിറ്റിംഗ് ടേബിളിൽ പടം മാറുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്കോറിന് പടത്തിന് എലിവേറ്റ് ചെയ്യാൻ പറ്റുമോ? പടത്തിന് മാറ്റാൻ പറ്റുമോ? പടത്തിൽ കണ്ടന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ഇറക്കിയാൽ പോലെ. പടം കൂടി വരുമ്പം ആ കണ്ടന്റിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റും. ബേസിക് കണ്ടന്റ് ഉണ്ടാവണം. ആ കണ്ടന്റ് ഇല്ലാതെ ഒരു പടമാണെങ്കിൽ മ്യൂസിക്കിന് ഒരിക്കലും എലിവേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പോഴാണ് പടത്തിൽ ശ്രദ്ധിക്കാതെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ശ്രദ്ധിച്ചിട്ട് അവസാനം പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ റീ റെക്കോർഡിംഗ് ഉള്ളായിരുന്നു എന്ന് പറയും. മനസ്സിലായില്ലേ? അതല്ല, ഐ തിങ്ക് ഇറ്റ്സ് എ കോമ്പിനേഷൻ. ഒരു ബാഡ് മൂവീനെ ഗുഡ് മ്യൂസിക്കിന് സേവ് ചെയ്യാൻ പറ്റില്ല, ഒരു ഗുഡ് മൂവീനെ ബാഡ് മ്യൂസിക്കിന് പൊളിക്കാനും പറ്റില്ല. ഇറ്റ്സ് എ കോമ്പിനേഷൻ. സൂപ്പർ. പല കമന്റ്സ് വരുന്നുണ്ട്, പല ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. റിലീസിന് ശേഷം ദീപക് ദേവിനോട് പൃഥ്വി എന്താണ് പറഞ്ഞത്? റിലീസിന് ശേഷം പറയുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ഫൈനൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു രാജാകൃഷ്ണൻ്റെ സ്റ്റുഡിയോയിൽ, 4 frames. രാജാകൃഷ്ണനാണ് ഇതിൻ്റെ DTS ഡോൾബി മിക്സ് ചെയ്തത്. ആ വാച്ചിൽ നമ്മൾ തീരുമാനിച്ചത് നമ്മളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു, എന്ത് കറക്ഷൻ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അനാവശ്യമായിട്ട് നിർത്തണ്ട പടം, ഒരു ഫ്ലോയിൽ കാണാം. എന്നിട്ട് നമുക്ക് അവസാനം എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഫോണിൽ നോട്ട് ചെയ്ത് വെക്കുക, നോട്ട്സിൽ ഈ ഫ്ലോ നിർത്താതെ നമുക്ക് കാണാം. അങ്ങനെ കണ്ടു കഴിഞ്ഞ് ഒരു ഒറ്റ ഫ്ലോ കണ്ടു കഴിഞ്ഞ് പടം നിർത്തിയ ഉടനെ തന്നെ ലൈറ്റ്സ് ഓൺ എന്ന് പറഞ്ഞു. അപ്പോൾ ലൈറ്റ് ഓൺ ചെയ്ത ഉടനെ തന്നെ ഡയറക്ടർ തിരിഞ്ഞിട്ട്, ദീപക്, ദിസ് ഈസ് യുവർ ബെസ്റ്റ് എവർ ഫോർ മീ, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞേ ഇത്ര ഫോമല എന്നോടോ? അപ്പം എടുത്തോണ്ടോ ഐ ഷുഡ് ടെൽ ദിസ് ആൻഡ് രാജാകൃഷ്ണൻ, ദിസ് ഇസ് ട്രൂലി ഇന്റർനാഷണൽ. എനിക്ക് ഈ പടം ഏത് ഫോറിനറിന് മുമ്പിൽ പോയിട്ടും അഭിമാനത്തോടെ ദിസ് ഈസ് മൈ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് അതിൻ്റെ മ്യൂസിക് പിന്നെ വരുന്ന സമയത്തൊന്നും ഇൻ അവർ പ്ലേസ് ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് ദിസ് ടു ബി കമേഴ്ഷ്യൽ, സോ ഡോണ്ട് മിസ്റ്റേക്ക് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് വാച്ച് ദിസ് ഈസ് മൈ സ്റ്റേറ്റ് ഫ്രം കേരള എന്ന് പറഞ്ഞ്. അപ്പോൾ സാധാരണ ആൾക്കാർ പാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം മനസ്സിൽ കാണുന്നത് ഈവൻ ടു എ ഫോറിനർ പാൻ ഇന്റർനാഷണൽ അത് കൊടുത്തിട്ട് ഐ ക്യാൻ പ്രസന്റ് ദിസ്. അത്രയും എനിക്ക് പ്രൗഡായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ രണ്ടുപേരും തന്നത്. താങ്ക് യു സോ മച്ച്. അതായിരുന്നു തോട്ട്. അതാണ് എൻ്റെ ഏറ്റവും എന്താ പറയേണ്ട പീക്ക് ജോയ് മൊമെന്റ് ഇൻ ദിസ് മൂവി. സൂപ്പർ. ഇപ്പൊ ഈ കമന്റ്സ് BGM ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ, ഇങ്ങനത്തെ ഫോളോവേഴ്സ് ഇല്ലാത്ത കമന്റ്സ് വരുമ്പോൾ അത് പൃഥ്വിയോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അത് പറഞ്ഞപ്പോഴോ ഞാൻ പൃഥ്വി സംതിങ് ഈസ് ഗോയിങ് റോങ്, ഇത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പേരും മേൽവിലാസമൊന്നും ഇല്ലാത്ത 0 പോസ്റ്റ് 0 ഫോളോവേഴ്സ് 0 ഫോളോയിങ് എന്ന് ഇന്ന് ഉച്ചക്കോ മറ്റോ തുടങ്ങിയ അക്കൗണ്ടാ. അങ്ങനെ ഒരു 10-100 ഉണ്ടോ? ഇതെന്തൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മ്യൂസിക്കിന് എന്താ ഇത്ര പ്രശ്നം? അപ്പം അത് ഇത്രയൊക്കെ ഞാനൊരു സംഭവം ചോദിച്ചാൽ തിരിച്ചു പറഞ്ഞാൽ എന്താ അറിയോ, അതാണ് ഏറ്റവും രസം. ഞാൻ അടിച്ച് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് അവസാനം തിരിച്ചു പറയുന്നത്.
ഇന്നലെ രാത്രി മൊബൈൽ ഓഫ് ആക്കി വെക്കാനാണ്. Deepak, switch off your mobile, go away, spend time with your kids and dogs. I am so proud of you. I'm so proud of what you have done. You are one of the absolute best I have worked with. And if I had a chance to do L franchisee 100 times, you would be my only choice. Super. End of discussion, brother. അടിപൊളി. അപ്പം ഒരു വെക്കേഷനൊക്കെ പോവാ, മൈൻഡ് റിലാക്സ്, ഫോൺ ഓഫ് ചെയ്ത് വെച്ച് പിള്ളേരുടെ കൂടെ പോയി കളിക്കാൻ. സൂപ്പർ. അപ്പൊ ഞാൻ വെച്ച് ഇത്രയും സംഭവം നടക്കുമ്പോൾ ഇതാണ്. അപ്പൊ പൃഥ്വി വെക്കേഷനിലാണോ? എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി ഭയങ്കര ചില്ല. അതായത് പുള്ളി എപ്പോഴും എൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ പറഞ്ഞ പുള്ളി പറഞ്ഞാൽ അത് നോക്കണ്ട, നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം പറയും, കുറച്ച് കഴിഞ്ഞിട്ട് അന്ന് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറയും. അത് കുറച്ച് കഴിഞ്ഞ് അവരറിയുമ്പോൾ അറിഞ്ഞോട്ടെ, നമ്മൾക്ക് നമ്മൾ ആഗ്രഹിച്ച സാധനം നമ്മൾ ചെയ്യുക. സൂപ്പർ. അപ്പൊ ഫോണൊക്കെ ഓഫ് ആക്കി വെച്ച ഒരു വെക്കേഷനിൽ പോവാ, ദീപക് ദേവും പോകും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂ ഇടാം. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് ദീപക് ദേവ്. Thank you so much. Thank you for this interview.